மாஸ்டர் சக்கரை போடலாமடா. நான் உங்க பைக் மாஸ்டர், எனக்கு இன்னும் சுகர்லாம் இல்ல. அப்படியா? மாஸ்டர் லூனா எங்க கேள்விப்பட்டதா இருக்குதா? இல்ல சக்கரை இல்ல நேரத்தில் நடிச்சிருங்க அதை படம் வேற இதாவது பயமா. ஹலோ வணக்கம் மாஸ்டர். மரியாதை சொல்லுங்க மாஸ்டர். போனே ரொம்ப பிஸியோ. என்ன மாஸ்டர் ஃபுல்லா வண்டி ஓட்டிட்டு நண்பா பென்சே. என்ன இளவரசு எப்படி இருக்க? நான் நல்லா இருக்கேன்டா. மாஸ்டர் பார்க்க வந்தேன். லலிதா நல்லா இருக்கா? பையனோட ஃப்ரெண்ட்ஸ் எல்லாம் வீட்டுக்கு வராங்க. உங்களுக்கு சமைச்சிட்டு இருக்கு. ஏய் நான் பவியை ரொம்ப கேட்டேன்னு சொல்லு. சரி சரி இந்த மாஸ்டர் கொடுக்குறேன். சுமதிய பசங்களே கேட்டதா சொல்லு. தேங்க்யூ நண்பா. நன்றி நன்றி. ஒரு நிமிஷம். தமிழ் சென்னை தான். அதான் என்ன தமிழ்ல கேட்க மருந்து அது தீர்ந்து போயிடுச்சா? அப்படியா? சரி வந்தா கொடுத்தா உன்னை பார்க்கணும் போல இருக்கடா. எப்போ வர்ற? கூடிய சீக்கிரம் ஓகே மாஸ்டர். ഐറ്റം സാധനം വിന്റേജ്. എടാ ഇത്ര നല്ല വണ്ടികളെ വീട്ടിൽ നിന്നാണ് നടന്നിരുന്നെങ്കിൽ പിന്നെ കുറച്ചുകൂടി സ്നേഹിച്ചാലേ. അങ്ങ് ഞാൻ മുമ്പിൽ എന്റെ പാപ്പന് ഇതുപോലത്തെ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു. പക്ഷെ തൂക്കിയിട്ട് മണ്ടൻ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. വേസ്റ്റ് ഉണ്ടോ? കമലഹാസൻ അങ്ങനെ ഇതൊക്കെ ഒറിജിനൽ അല്ലേ? മമ്മൂട്ടിക്കാട് മുകളിലുള്ള പടം കണ്ട ആരാണ്? അതാണ് ഞങ്ങളുടെ മാസ്റ്റർ, പഴനി മാസ്റ്റർ. ഇടി ഇടി നല്ല കിണ്ടലടി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. പടം ഇത് ഏത് പടം? കമലഹാസൻ സാറിനോട് യോഗേഷിന്റെ വേറെ അൻപ് പടം തൂഫാൻ തൂക്കി അങ്കിൾസീൻ തൂക്കി രജനി സാറോട് ഒരു ഫോട്ടോ അവരുടെ അവിടെ കൊടുക്കുന്നുള്ളു. ഒന്നും പറ്റിയില്ല. കൊടുക്കില്ല അറിയാൻ അങ്ങനെ ചാരാൻ പറ്റും. എല്ലാം എടുത്ത് കഴിക്കടാ. അക്കായ വറുത്ത് കായ വറുത്ത് ഒരു കഴിക്കേ കഴിക്കട്ടെ. ഒന്നുമില്ല നല്ല വേണ്ട പോയിന്റ് മതി. എവിടെയൊക്കെ ഉറച്ചു നിൽക്കണം. ടെൻഷൻ ആക്കല, ഒന്ന് ആലോചിച്ചോട്ടോ. ഒരു ലിറ്റർ എടുത്ത് കുളത്തിലെ പാലോളം മുക്കി അടിക്കുന്ന ആളാണ്. അതെ അത് ബെൻസിന്റെ വണ്ടി തന്നെയാണ്. ഇവിടെ അന്ന് വന്ന് നോക്ക്. അയ്യോ അതെന്റെ വണ്ടിയാ.
அவங்க கொண்டுவர்றாங்கப்பா. ഇത് വാ, ഈ കുടിയന്മാരുടെ എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. ഇത് വിന്റേജ് പറഞ്ഞാണോടാ? എടാ എടാ അലമ്പല്ലേ വണ്ടി ആർക്കും കൊടുക്കാൻ ഓടിക്കുന്ന വണ്ടിയാ. മനുഷ്യന്മാർക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. എന്റെ വണ്ടി അത് തന്നെയാണ് ഈ ഇവിടെ പേടിക്കുന്നത് 2 കിലോമീറ്റർ തന്നെ നിൽക്കണോ? ഇടത്ത് ഗേറ്റിന് അവിടെ പറഞ്ഞു ഇടയ്ക്ക് ഈ കിലോമീറ്റർ തന്നെയായിരുന്നു എന്റെ പ്ലാൻ. ഇത് നിർത്താൻ പറ്റുന്ന ഈ സാധനം ഓടിക്കാണെന്ന് വണ്ടി കിട്ടിപ്പോഴേ പോണ പോക്കട്ടോ കൊറേ ചുമ്മാണ്ടല്ലോ പട്ടി അപ്പൊ തൂക്കിട്ട് ദൈവം ചേച്ചി നിനക്ക് വീട്ടിലേക്ക് നോക്കി മനസ്സാക്കിട്ട് പെൻസിലും വളങ്ങി അപ്പൊ കേട്ടടാ വണ്ടി നിർത്തണം. നിർത്തുമ്പോൾ മനസ്സിലാക്കിട്ട് പോകാൻ പേടിപ്പിക്കണോ? ഇറങ്ങി പിടിച്ചു വലിച്ചത് ഞാൻ ഒതുക്കി വരായിരുന്നു. തോന്നിയാസം കാണിക്കും. സോറി തല്ലല്ലേ ഇതിനെ കളിക്കാൻ എന്താ പണിയോ? എടാ നിനക്കൊക്കെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ ബ്രോ ഓ ഏസിലെ കണ്ടക്ഷൻ നല്ല അടി കിട്ടിയിട്ടുണ്ട്. പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര കാലമാണ് ഈ വണ്ടിയിൽ വെറുതെ ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് കുറച്ചൊരു പുതിയ ഒരെണ്ണം വാങ്ങിക്കും. അതെ നിങ്ങളെ വാങ്ങിച്ച പൈസ വല്ല ഞാൻ തരാമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഉണ്ടായിരിക്കും. അതല്ല ഇവിടെ പറഞ്ഞത്. എടാ ആ പാർക്ക് ലൈറ്റ് ഇല്ലേ, നാളെ എവിടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചോണ്ടോ? എന്റെ വണ്ടിക്ക് സെക്കൻഡ് ഹാൻഡ് ഒന്നും വേണ്ട. ഞാൻ എങ്ങനെ ചെയ്യോ ബ്രോ? നിങ്ങൾ പോയി റെസ്റ്റ് ഇൻ പീസ് ബ്രോ. இடத்துக்குள்ள போக மாட்டேங்குது சட்டை நான் பார்த்துக்கொண்டே എന്റെ പെൻസെ നീ അത് വീണ ഇപ്പോഴത്തെ പിള്ളേരല്ലടാ. എന്റെ കയ്യിന്ന് പോയി ഷാജി. നീ ഒന്നും കൂടി വിളി വിളി. அப்படி காது ஹாஸ்டல் இருக்கு പോന്നടാ. മവി നീ എവിടെ? നമ്പർ ഞാൻ കേട്ട് വെച്ചിട്ടുണ്ട്. ബാങ്ക് നാളെ എടാ ഈ നമ്മൾ ഈ ശബ്ദം മെസ്സേജ് ആയിട്ട് അയക്കുമ്പോഴേ അതവർക്ക് കിട്ടിയോന്ന് അറിയാനായിട്ട് അതവര് പറയണം. എടാ മണ്ടൻ കുണാപ്പി നീ മണ്ടനാട്ടെ. நீ மண்ட என்னையும் மண்டை നീലശ്ശേരി என்னையும் மண்டை நீலசரி ഡോക്ടറാ നേരത്തെ ടെൻഷനില് സോറി. നീ എവിടെയാ? സോറിടാ. நான் சொல்லிட்டேன் மலையாளம் தெரியாது. என்ன மெசேஜ் அடிச்சுன்னு சொல்லுங்க. எனக்கு மலையாளம் வாசிக்க தெரியும். மாஸ்டர் சொல்லுங்க மாஸ்டர். நான் இளவரசரா மாஸ்டர்
நான் பார்க்க வச்சிருக்கேன். അന്തേ നീ എല്ലയാരെ ഞാനും കൂടി വരട്ടെ, എനിക്ക് കാണണം. ആ മനുഷ്യനെ എപ്പോഴും ചിരിച്ച മുഖത്തോടെയല്ലേ നീ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ മതി എപ്പോഴും. കണ്ണെല്ലാം ഓടിയാ കാൽ செல்லும் വഴിയാ നീ എന്നെ സുമന്നാ நான் பூசி வச்சிருக்கேன். ആലമരം പോലെ കണ്ടേൻ ഉറവൈ നീ എന്നെ എന്നെ കൂടെ കെട്ടും പറവൈ ആലമരം പോലെ കണ്ടേൻ ഉറവൈ നീ എന്നെ എന്നെ കൂടെ കെട്ടും പറവൈ. സ്റ്റുഡൻസ് இந்த வயசுல உசிரியாவே போச்சுக்கணும். மகா இந்த டெத்துக்கு அப்புறம் தான் வந்து நடிச்சிக்காத வந்த வயசு எல்லாம் கடைசி நேரம் என்னாச்சுண்ணே, ஏன் அழுகிறீங்க? ആലമരം പോലെ കണ്ടേൻ ഉറവൈ ഹലോ കുട്ടിച്ച, നമ്മുടെ കാറിന്റെ ലൈറ്റ് കിട്ടിയ അപ്പൊ മാസ്റ്റർക്ക് എന്താ പറ്റിയതാ? മാസ്റ്റർക്ക് തീരെ സുഖമില്ലായിരുന്നു. കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പോ ആരോഗ്യമൊക്കെ അങ്ങ് പോയി. പിന്നെ കൂടെ ആരെയും നിർത്തത്തില്ലല്ലോ. നിങ്ങൾ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണേ, ആരോഗ്യം നോക്കണേ. നിങ്ങൾക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ലടാ. ഇതെന്താ പോലീസ് സ്റ്റേഷൻ? ഇവിടെ വന്ന് കയറി ഇതെന്തിനാ ഇങ്ങോട്ട്? എനിക്ക് വീട്ടിൽ പോകണമെന്നേ. പ്രശ്നമാണ്. ശരി, എന്താണ്?